എന്തുകൊണ്ട് നമസ്കരിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നിനക്ക് പള്ളിയിൽ പോകാൻ തോന്നുന്നില്ല? എന്തുകൊണ്ട് പെങ്ങളെ നീ ഇങ്ങനെ ആയി പോയത്? എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വൽ ആഖിബത്തു ലിത്തഖ്വാ, അല്ലാഹു നല്ല മരണം തരുമല്ലോ. ഈ കാണുന്ന പള്ളിക്കകത്ത് വെള്ളിയാഴ്ച ദിവസം എത്രയോ പേരുടെ ജനാസ കൊണ്ടുവച്ചു. മയ്യത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളി മുഴുവനും നിറഞ്ഞു നിന്നപ്പോ നിങ്ങളിൽ പലരും ചോദിച്ചല്ലോ, ഇവനെ രാഷ്ട്രീയക്കാരനല്ല, നാട്ടിലെ പ്രമാണിയല്ല, ലക്ഷങ്ങളെ സദഖ കൊടുക്കുന്നവനല്ല, പള്ളി കെട്ടി കൊടുത്തവനല്ല, ഇവന് പാവപ്പെട്ടവനായിരുന്നല്ലോ, എന്നിട്ടും ഇവന് വെള്ളിയാഴ്ച രാവിലെ മരണം കിട്ടിയല്ലോ, ഷഹീദിന്റെ മരണം കിട്ടിയല്ലോ, പള്ളി നിറയും ആളായിരുന്നല്ലോ. എന്ത് പുണ്യം ചെയ്തതിന്റെ പേരിലാ, എന്ത് പുണ്യം ചെയ്തതിന്റെ പേരിലാ മോനെ 5 നേരം നിസ്കരിച്ചതിന്റെ പ്രതിഫലമാ. നിങ്ങൾക്കറിയുമോ എന്റെ ചെറുപ്പക്കാരാ, പുതിയ പുതിയ സിനിമാ നടന്മാരെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാര്, മോനെ നിനക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാമടോ. നിന്നെ പോലെ വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി ഈ ദുനിയാവിൽ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. റോൾ മോഡലാക്കടാ. ദുൽഖറിനെക്കാരൻ നിനക്ക് റോൾ മോഡലാക്കാനുള്ള താരമാണ്. ആരാണ് താരമെന്നറിയുമോ? മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ വിവാഹം പോലും കഴിച്ചിട്ടില്ല. വിവാഹം പോലും കഴിക്കാത്ത ഹുബൈബ് അല്ലാഹുവേ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുവരികയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരികയാണ്. ഹുബൈബിനോട് പറഞ്ഞു, ഹുബൈബേ മതം മാറാൻ തയ്യാറാണോ? ഹുബൈബേ നീ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാണടാ, ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ നടന്നവനാണ് ഹുബൈബ്. എന്തിനാ ചെറുപ്പത്തിലേ ചാകുന്നത്? പെണ്ണ് കെട്ടിയിട്ടില്ലല്ലോ, ജീവിതം ആസ്വദിച്ചിട്ടില്ലല്ലോ, അധികാരവും പണവും ചോദിക്കുന്ന ഏതു പെണ്ണിനെ വേണമെങ്കിലും നിനക്ക് തരാമടാ. ഈ പുതിയ മതം കടന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇറങ്ങി വാടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് സമ്മതിച്ചില്ല. അവര് പറഞ്ഞു, ഹുബൈബേ നീ മതം മാറണ്ട, നീ മതം മാറണ്ട. മുഹമ്മദിനെ ഒരു ചീത്ത പറയടാ, ചാവല്ലേടാ ഹുബൈബേ. മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞാ നിന്നെ ഞങ്ങൾ വെറുതെ വിടാ. ഹുബൈബ് തയ്യാറായില്ല. എങ്കിലും മോശമായി എന്തെങ്കിലും ഒരു വാക്ക് പറയടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. അവിടെ അവസാനം തൂക്കിക്കൊല്ലാ തീരുമാനിച്ചു. കൂട്ടുകാര് ചോദിച്ചു, ഹുബൈബേ മരിക്കുന്നതിന് മുമ്പ് വല്ല അഭിലാഷവുമുണ്ടോ? നിന്റെ അവസാനത്തെ മോഹമെന്താ? നിന്റെ അവസാനത്തെ മോഹമെന്താ? ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, സാധിപ്പിച്ചു തരുമോ? പഠിക്കടാ ചെറുപ്പക്കാരാ, പഠിക്കടാ ചെറുപ്പക്കാരാ. ഹുബൈബ് തങ്ങൾ ചോദിച്ചു, എന്റെ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? എന്തു പറഞ്ഞാലും ഞങ്ങൾ സാധിപ്പിച്ചു തരും ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, നിങ്ങൾ സമ്മതിക്കുമോ? കൂട്ടുകാരൻ അനുവാദം കൊടുത്തു. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്ന് വുളുവെടുക്കുകയാണ്. റബ്ബേ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. അവിടെ വുളുവെടുത്തു. 2 റക്അത്ത് നിസ്കരിക്കുകയാ. അല്ലാഹുവിന്റെ മുന്നിൽ പെട്ടെന്ന് പെട്ടെന്ന് കൈകെട്ടിയിട്ട് അവസാനമായിട്ട് 2 റക്അത്ത് പെട്ടെന്ന് നമസ്കരിക്കുകയാണ്. അവിടെന്ന് സലാം വീട്ടി സുജൂദിലേക്ക് വീണു. അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ഹുബൈബ് പറഞ്ഞത് എന്തെന്നറിയോ? എപ്പോ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ഇന്ന് പെട്ടെന്ന് നിർത്തി റബ്ബേ, ഇന്ന് പെട്ടെന്ന് നിർത്തി റബ്ബേ. ആഗ്രഹമില്ല ഞെട്ടല്ല അല്ലാ, ഇഷ്ടമില്ല ഞെട്ടല്ല അല്ലാ. ഹുബൈബ് പെട്ടെന്ന് നമസ്കാരം നിർത്തിയതിന്റെ കാരണം എന്തെന്നറിയോ? എന്റെ നിസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര്
വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്, എനിക്ക് മരിക്കാൻ പേടിയാണെന്ന് ഇവര് പറയും. പടച്ചവര്, അതുകൊണ്ടാ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അല്ലാഹുവിനോട് സുജൂദിൽ കിടന്ന് പറയുകയാണ്, എഴുന്നേറ്റടാ ചെറുപ്പക്കാരാ. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഉബൈബ് റളിയല്ലാഹു തആല കഴുകുമരത്തിന്റെ മുകളിൽ കയറി കഴുത്തിലേക്ക് കയറെടുത്തിട്ടു രണ്ട് കൈയും രണ്ട് കാലും പിടിച്ച് കെട്ടുകയാണ്. ഹുബൈബ് തങ്ങളുടെ കൈകാലുകൾ കെട്ടി. എന്നിട്ട് ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ ഇനിയെങ്കിലും പറയടാ, തീരുമാനത്തിൽ മാറ്റമുണ്ടോ? ഹുബൈബ് റളിയല്ലാഹു തആല പറയുകയാണ്, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ അല്ലാഹുവിന്റെ ദീന് വലിച്ചെറിയൂല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരുടെ സ്വഭാവം മാറുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആലാന്റെ ശരീരത്തിലേക്ക് കുന്തം കുത്തി ഇറക്കിയിട്ട് ഇറച്ചി ഇങ്ങനെ പറിച്ചെടുക്കുകയാ. കുന്തം കൊണ്ട് ഇറച്ചി ഇങ്ങനെ കുത്തി പറിക്കുകയാ. ഹുബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കുകയാ. ഇത് കണ്ട് ചിരിക്കുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടയുമ്പോ ശത്രുക്കൾ താഴെ നിന്ന് കളിയാക്കി ചിരിക്കുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് പിടയുമ്പോ അതാ വരികയാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ. അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, അതാ ഹുബൈബിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരികയാണ്. ഫകശഫിനാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. കാണുമെന്ന് അല്ലാഹയല്ലേ പറഞ്ഞത്? മലക്കുകൾ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂഹ് പിടിക്കുന്ന മലക്കുകൾ ഉണ്ടല്ലോ, അവര് കടന്നു വന്നിട്ട് ചോദിക്കുകയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة. ഹുബൈബിന് നിങ്ങളോട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ ചോദിക്കുന്നു, ഹുബൈബേ എന്തിനാടാ കരയുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാ ഹുബൈബേ വിഷമിക്കുന്നത്? പറയടാ ഹുബൈബേ, പറയടാ ഹുബൈബേ. നിന്നെ കളിയാക്കി ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് നീ വിളിച്ചു പറയടാ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാ, പറയടാ ഹുബൈബേ, 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച ഉപ്പാ, നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ പേടിക്കുന്നത്? എവിടെ കിടന്നു മരിച്ചാൽ, ഈ ദുനിയാവിൽ എവിടെ കിടന്നു മരിച്ചാലും നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാ കുടുംബക്കാര് വേണ്ട, മക്കള് വേണ്ട, ഭാര്യ വേണ്ട, നാട്ടുകാര് വേണ്ട. നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ റൂഹ് പിടിക്കുന്ന അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് പറഞ്ഞു തരും, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായിലിനെ കാണണോ ഉപ്പാ? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? അസ്റായിലെ നിനക്ക് കാണണോ? നാളെ രാവിലെ ഈ പള്ളിയിൽ നിന്ന് വിളിക്കുമല്ലോ, അസ്സലാത്തു ഖൈറും മിനന്നൗം. ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ എഴുന്നേറ്റ് നീ നല്ല വസ്ത്രം ധരിച്ച് പൊതുവെടുത്തിട്ട് ഈ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് പള്ളിയുടെ വെളിയിൽ നിന്ന് കാല് കഴുകിയിട്ട് അള്ളാന്റെ പള്ളിക്കകത്തേക്ക് കവാടത്തിലൂടെ കടക്കുമല്ലോ. ഈ പള്ളിക്കകത്തേക്ക് നീ വലത് കാല് വെച്ച് കേറുമ്പോ പള്ളിയുടെ കവാടത്തിൽ നിൽക്കുന്നതാരാ? മലക്കുൽ മൗത്ത് അസ്റായീൽ.
കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ. എന്തൊരു പ്രകാശമെന്നറിയോ? വെള്ള വസ്ത്രം ധരിച്ച് മനോഹരമായ രൂപത്തിൽ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവര് കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യും. അസ്റായീൽ, ഈ മലക്കിനെ എന്തിനാ നീ പേടിക്കുന്നത്? അവസാനം തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വന്നു. അവിടെ നിന്ന് വലിച്ചെടുക്കുന്ന അവസാന സമയത്ത് അസ്റായീൽ പറഞ്ഞു തരും, പറ ചെറുപ്പക്കാരാ, പറയടാ ചെറുപ്പക്കാരാ, പെങ്ങളെ, നിന്റെ പെമ്മക്കളും നിന്റെ പൊന്നാര പെമ്മക്കളും നിന്റെ മരുമക്കളും മഗ്രിബും ഇശായും നമസ്കരിക്കാതെ ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് സീരിയൽ കണ്ട് സുഖിച്ചു കൊണ്ടിരിക്കുമ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്ന് നിസ്കരിച്ചത് വെറുതെയല്ലടി പൊന്നുമോള്. ഉമ്മയോട് പറയുകയാ, ഇതൊന്നും വെറുതെയല്ല ഉമ്മ. നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത് ഇവളല്ല, നീ നിസ്കരിക്കാത്തവളല്ല, അല്ലാഹുവിനെ മറന്നു നടന്നവളല്ല. അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് പറഞ്ഞു തരുമെന്ന് ചരിത്രം പറയുകയാ. നിസ്കരിച്ചിട്ട് അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറഞ്ഞു വിളിച്ചു, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉറക്കെ പറയടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടിത്തീ പോലെയാണ്, ഇടിത്തീ പോലെയാ. പേടിച്ചു പോയടാ ചെറുപ്പക്കാരാ. അതുവരെ ചിരിച്ചു കൊണ്ടിരുന്ന മുഖമൊക്കെ അങ്ങ് വാടുകയാണ്. അവര് ഭയന്നു പോയി, അവര് വിറച്ചു പോയി. അല്ലാഹുവേ, ഹുബൈബ് തങ്ങളോട് പറയുകയാ, ചിരിക്കടാ ഹുബൈബ്, ചിരിക്കടാ ഹുബൈബ്. കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിന്റെ ചിരി കാണാ സഹാബത്ത് വന്നല്ലോ. അതാ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോ സ്വഹാബിക പിന്നീട് സഹാബായ മനുഷ്യൻ പറയുകയാ, അന്ന് ഹുബൈബിനെ കൊല്ലുന്നവരുടെ കൂടെ നിന്ന സ്വഹാബി പറയുകയാ, ഞാൻ മുസ്ലിം ആകാനുള്ള കാരണം എന്തെന്നറിയോ? കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിന്റെ മുഖത്ത് നോക്കി എന്തൊരു ചിരിയായിരുന്നു റബ്ബേ, എന്തൊരു ചിരിയായിരുന്നു റബ്ബേ. കിബിലയുടെ ഭാഗത്ത് തലവെച്ചിട്ട് കിടക്കുകയാ. ശത്രുക്കള് തലപിടിച്ച് തിരിക്കാൻ നോക്കി, ഹുബൈബിന്റെ തലപിടിച്ച് തിരിക്കാൻ നോക്കി. പക്ഷേ ഹുബൈബ് തങ്ങളുടെ തല കിബിലയുടെ ഭാഗത്ത് നിന്ന് തിരിഞ്ഞില്ല. ഇതാണുപ്പാ മരണമെന്ന് പറയുന്നത്, ഇതിനാണ് മരണമെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു മരണം നിനക്ക് വേണ്ട, ഇങ്ങനെ ഒരു മരണം നിനക്ക് വേണ്ട. അല്ലാഹു പറയുന്നു, വല്ലാകിബതു ലിത്തഖ്വാ. നിസ്കരിച്ചാ ഞാൻ തരാ, നിസ്കരിച്ചാ ഞാൻ തരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിസ്കരിക്കുമോ മോള്, നിസ്കരിക്കുമോ മോള്? നിനക്കല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായി കിടക്കുകയാണ്. മയ്യത്തടിക്കാൻ അനുവദിച്ചില്ല, മയ്യത്തടിക്കാൻ സമ്മതിച്ചില്ല. ഇവിടെ കടന്ന് പുഴുത്തു നാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹുബൈബ് തങ്ങളുടെ ജനാസ അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. കാവല് നിൽക്കുകയാണ്. ഒരാളെ പോലും അവിടെ നിന്ന് സമ്മതിക്കാതെ ശത്രുക്കള് കാവല് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത പ്രയാസമായി, മുത്തുനബിക്ക് വല്ലാത്ത വേദനയായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, സ്വഹാബ, ആരാണ് ഹുബൈബിനെ കബറടക്കുന്നത്? ആരാണ് ഹുബൈബിനെ കബറടക്കുന്നത്? ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ പോകാ നബിയേ, ഞാൻ പോകാ നബിയേ. ഹുബൈബിന്റെ ജനാസ ഞാൻ കബറടക്കും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് അനുവാദം ചോദിച്ചിട്ട് ഈ സ്വഹാബി പോവുകയാ. ഹുബൈബ് തങ്ങളുടെ ജനാസ എടുക്കുന്നതിന് വേണ്ടി കടന്നു ചെല്ലുമ്പോ കാവല് നിൽക്കുന്ന ശത്രുക്കൾ മുഴുവനും കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് റബ്ബേ
യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, ശത്രുക്കളുടെ മുന്നിലേക്ക് ഓടി വരികയാ, ശത്രുക്കളുടെ മുന്നിലേക്ക് ഓടി വരികയാ. ഈ പെണ്ണ് വന്നിട്ട് ചോദിക്കുന്നു, ഹുബൈബിന്റെ തലയെവിടെ, ഹുബൈബിന്റെ തലയെവിടെ? ശത്രുക്കള് ചോദിക്കുന്നു, പെണ്ണ് എന്തിനാ ഹുബൈബിന്റെ തല നീ ചോദിക്കുന്നത്? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഹുബൈബിന്റെ തല വെട്ടി പൊളിച്ചിട്ട് അവന്റെ തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളടിച്ചു കുടിക്കാനാ ഞാൻ അവിടുന്ന് ശപഥം ചെയ്തിട്ട് വന്നിരിക്കുകയാ. എനിക്കവന്റെ തലയോട്ടിക്കകത്ത് കള്ളടിച്ചു കുടിക്കണം. ആരാ വെട്ടിത്തരുന്നത്? ആരാണ് വെട്ടിത്തരുന്നത്? ഹുബൈബിന്റെ തല ആരാണോ എന്റെ കയ്യിൽ കൊണ്ടുവരുന്നത് അവന് ഞാൻ എന്റെ ശരീരം തരാ. തന്റെ മാറിടം ഇങ്ങനെ തുറന്നു കാണിക്കുകയാ. പടച്ചറപ്പേ, കയ്യിലിരുന്ന കല്ലെടുത്ത് കളഞ്ഞിട്ട് ഒരു പിടിച്ച വാളുമായിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലമുറിക്കുന്നതിന് വേണ്ടി ചെറുപ്പക്കാര് ഓടുകയാ. സ്വഹാബി പറയുകയാണ്, ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്തേ സംഭവിക്കുന്നത്? അല്ലാഹുവേ, മുകളിലെത്തുമ്പോ കാണുന്ന രംഗമെന്താ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലവെട്ടാൻ പോയവർ മുഴുവനും ജീവനും കൊണ്ടോടുകയാ. എന്താണ് സംഭവിച്ചതെന്നറിയുന്നില്ല. എല്ലാരും ഓടുകയാണ്, എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ്. അവസാന കുറെ സമയം കഴിഞ്ഞു. മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഈ സഹാബി ഹുബൈബ് തങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല, അവിടുത്തെ ജനാസ കാണുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാ. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. റസൂലുള്ളാഹ് പറഞ്ഞു, സ്വഹാബാ, ഹുബൈബിനെ ഖബറടക്കി സ്വഹാബാ. ആരാടാ ചെറുപ്പക്കാരാ? ഹുബൈബ് ഇബ്നു അദി തങ്ങളുടെ ജനാസ ഖബറടക്കിയതാരെന്നറിയോ? ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിനെ ഖബറടക്കിയതാരാ? ഒരു ദിവസം ഈ പള്ളിയുടെ മിനാരത്തില് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും ഒഴുകുകയാണ്. നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. വീടിന്റെ സൈഡിൽ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കുകയാ. ഉതുവെടുപ്പിക്കുമല്ലോ, ഉളച്ചവരെ നല്ലതുപോലെ തുടയ്ക്കുമല്ലോ. എന്നിട്ട് കുഞ്ഞുങ്ങളെ എടുത്തു കൊണ്ടുവരുന്നത് പോലെ എടുത്തുകൊണ്ടുവന്ന് 3 കഷ്ടം വെള്ളത്തുണിയുടെ മുകളിൽ മലർത്തി കിടത്തുമല്ലോ. എന്നിട്ട് കുറച്ച് പഞ്ഞിയെടുക്കുകയാണ്, സുഗന്ധങ്ങൾ തേക്കുകയാ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകെട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ.
അല്ലാ, നാളെ ദുഹറിന്റെ സമയത്ത് നിന്റെ വീടിനകത്ത് 3 കഷ്ടം വെള്ള തുണിയില് പൊതിച്ച് കിടത്തിയിരിക്കുന്ന നിന്നെ കാണാൻ വല്ലാത്ത തിരക്കാ ചെറുപ്പക്കാരാ, പെങ്ങളെ വല്ലാത്ത തിരക്കാട്. ഈ പള്ളിയുടെ ഏതോ മൂലയിലിരിക്കുന്ന മയ്യത്ത് കെട്ടിന് നാളെ നിന്റെ വീടിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കുമല്ലോ. അല്ലാ, എല്ലാവരും കൂടെ നിന്നെ അതിന്റെ മുകളിലേക്ക് എടുത്ത് മലർത്തിക്കിടത്തുമ്പോ നിന്റെ വീടിന്റെ അകത്ത് നിലവിളിയാ. ഉമ്മ കരയുന്നുണ്ട്, മക്കള് കരയുന്നുണ്ട്, ഭാര്യ കരയുന്നുണ്ട്, കുടുംബക്കാര് കരയുന്നുണ്ട്. പടച്ചവനെ, നിലവിളിക്കുന്ന ശബ്ദത്തോടെ നിന്റെ ജനാസ ഈ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ നിസ്കരിച്ചത് വെറുതെയല്ലടാ ചെറുപ്പക്കാരാ. ഈ പള്ളിയിൽ സ്ഥലമില്ല, ഈ പള്ളിയും പരിസരവും നിറഞ്ഞിരിക്കുകയാ. നമസ്കരിക്കാ സ്ഥലമില്ലല്ലോ, കാലുകുത്താ സ്ഥലമില്ലല്ലോ. ആര് വരുന്നത് കൊണ്ടെന്നറിയുമോ? അമേരിക്കയുടെ പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുന്നത് കാരണമല്ല. പിന്നെ ആര് വരുമെന്നറിയോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ നിസ്കരിച്ച പെങ്ങളെ, നിന്റെ ജനാസ ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ ആകാശ ലോകത്ത് നിന്ന് വരികയാ. ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ജനിച്ച കാലം മുതൽ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ഈ പള്ളിയിലേക്ക് ഇറങ്ങി വരികയാ, ഈ പള്ളിയിലേക്ക് ഇറങ്ങി വരികയാ. എന്തിനു വേണ്ടി എന്നറിയോ? നിന്റെ മയ്യത്ത് നിസ്കരിക്കണ്ടേ ഉപ്പാ? നിന്നെ കബറടക്കുന്നതാരാടി പൊന്നുമോളെ? എന്റെ ഉമ്മ ഉബൈബ് ഇബ്നു അദിയ് തങ്ങളുടെ ജനാസ കബറടക്കിയതാരെന്നറിയോ? സ്വഹാബാ, മലക്കുകളാ സഹാബാ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കബറടക്കിയത് മലക്കുകളാണെന്ന് ചരിത്രം പറയുമ്പോ വെറുതെയല്ല പെങ്ങളെ. ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു അതാ നിന്റെ റൂഹ് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് കടന്നു വരുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മുസ്ലിമായിട്ട് മരിക്കണോ? 5 നേരം നിസ്കരിച്ചോ? നിസ്കാരം മുടക്കല്ലേ, നിസ്കാരം മുടക്കല്ലേ. അവ്വല് സമയത്ത് തന്നെ നിസ്കരിച്ചോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈമാനുള്ള ഒരു മരണം വേണോ? എപ്പോഴും ദുആ ചെയ്യണേ, എപ്പോഴും ദുആ ചെയ്യണേ. യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് ഈ ദുആ ചെയ്യണം. യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹുവേ, മലയാളത്തിലെങ്കിലും പടച്ചവനെ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യണം ഈമാനുള്ള ഒരു മരണം കിട്ടാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.